അവനോട് ഒരുമിച്ച് നടക്കുക എന്നത് നല്ല കാര്യമാണ്. എന്നാൽ എപ്പോഴും കർത്താവിനോട് ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മന്ദമാരുതൻ മാത്രമായിരിക്കില്ല കൊടുങ്കാറ്റിനെയും നേരിടേണ്ടി വരും. സാധാരണ ഓളങ്ങൾ മാത്രമല്ല, തിരമാലകളെയും നേരിടേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ തനി നിറമറിയുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ചെയ്തത് നമുക്കറിയാമല്ലോ. നമുക്ക് അതൊന്ന് നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യം. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. നോക്കണേ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. നാളുകളായി കർത്താവിനോടൊപ്പം ഊണിലും ഉറക്കത്തിലും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സന്തത സഹചാരികളായി ഊണിലും ഉറക്കത്തിലും എല്ലാ നേരത്തും കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ ഇന്നത്തെ പലരെയും പോലെ അല്ല. രഹസ്യമായിട്ട് കർത്താവിനൊരു ജീവിതമേ ഇല്ലായിരുന്നു. യേശുവിനോട് കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ശുശ്രൂഷകളും കർത്താവിൻ്റെ വാക്കുകളിൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങളും എല്ലാം അവർ കണ്ടവരാണ്. എന്നാൽ പടക് തിരമാലകളാൽ മുങ്ങാറാകും എന്ന് മനസ്സിലായപ്പോൾ, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ നിലവിട്ടു, പരിധി വിട്ടു, അറിയാതെ നിലവിളിച്ചു. നമ്മൾ ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം. കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും അവരെങ്ങനെ പറയേണ്ടി വന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, കർത്താവിൻ്റെ കൂടെ അവർ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2 വർഷം പോലും ആയി കാണില്ല. ആകെപ്പാടെ 3.5 വർഷമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. 2 2.5 അല്ലെങ്കിൽ 3.5 വർഷം തന്നെ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ വിചാരിച്ചോളൂ. നിങ്ങൾ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്? നമ്മളെത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്? നമ്മളെത്ര നാളായി യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട്? നമ്മുടെ പരിശോധനകളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ, അനുഭവങ്ങളിൽ നമുക്ക് നമ്മുടെ വിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവെ, ജീവിതത്തിലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഉചിതം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അവർ പടകിൽ നിലവിളിച്ചു കർത്താവിനെ. ഉറങ്ങുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഉറങ്ങിക്കൊണ്ടിരുന്ന കർത്താവിനെ അവർ വിളിച്ചുണർത്തി. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ, തനിക്ക് ശേഷം തന്നെ പോലെയോ തന്നേക്കാൾ അധികമായി ശുശ്രൂഷ ചെയ്യുവാൻ ഫലമേൽപ്പിക്കപ്പെടേണ്ട ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്പവിശ്വാസികളെ. പ്രിയരെ, നമുക്ക് അങ്ങനെ ഒരു വിളി കേൾക്കാനിടയാകരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കഷ്ടങ്ങളിലും സങ്കടകരമായ അനുഭവങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.